നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രൻ അന്തരിച്ചു. ക്യാരക്ടർ റോളുകളിലും വില്ലൻ വേഷങ്ങളിലും തിളങ്ങിയ നടനായിരുന്നു E.A. രാജേന്ദ്രൻ. നാടകം, സിനിമ എന്നിവയ്ക്കൊപ്പം ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. ഏറെ നാളുകളായി ചികിത്സയിൽ കഴിയവെയാണ് രാജേന്ദ്രൻ വിട പറഞ്ഞത്. 71 വയസ്സായിരുന്നു. കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും. VR ഗോപിനാഥിന്റെ ഗ്രീഷ്മം എന്ന ചിത്രത്തിലൂടെയാണ് രാജേന്ദ്രൻ സിനിമയിലെത്തിയത്. കാവടിയാട്ടം എന്ന ചിത്രത്തിൽ പ്രധാന വില്ലനായി. ഇടക്കാലത്ത് അദ്ദേഹം സിനിമയിൽ നിന്ന് നീണ്ട ഇടവേള എടുത്തിരുന്നു. മദ്യപിച്ചെത്തിയ പോലീസുകാരൻ മദ്യലഹരിയിൽ KSRTC ബസ് ഓടിക്കാൻ ശ്രമിച്ചു. പിന്നാലെ കേസ്. പത്തനംതിട്ട സ്റ്റാൻഡിലെത്തിയ ബസ് പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്ത ശേഷം ബസ് ഡ്രൈവർ ഓഫീസിലേക്ക് പോയ സമയത്താണ് പോലീസുകാരൻ മദ്യലഹരിയിൽ ബസ് ഓടിക്കാൻ ശ്രമിച്ചത്. പമ്പയ്ക്കുള്ള KSRTC ബസ്സാണ് അടൂർ AR ക്യാമ്പിൽ നിന്നെത്തിയ ആയൂർ സ്വദേശിയായ മനോജ് കുമാർ എന്ന പോലീസുകാരൻ ഓടിക്കാൻ ശ്രമിച്ചത്. ബസ് നേരത്തെ പോകണമെന്നതായിരുന്നു ഇയാളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 സംഭവം. എല്ലാ ദിവസവും വൈകിട്ട് 6:50 പമ്പ ബസ്. ഈ ബസ് 6:30 എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പമ്പ ഡ്യൂട്ടിക്ക് പോകാനെത്തിയ പോലീസുകാരൻ ബഹളം വെച്ചത്. ഇതിനു പിന്നാലെ ഇയാൾ ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്ന് ബസ് ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബസ് സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തതോടെ ഓഫായി നിന്നു. ഇതിനാൽ വൻ ദുരന്തം ഒഴിവായി. മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ PDP. മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയാണ് AKM അഷ്റഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. BJPക്കുള്ള വിജയസാധ്യത ഒഴിവാക്കാനാണ് UDFനെ പിന്തുണയ്ക്കുന്നതെന്ന് PDP ജില്ലാ പ്രസിഡന്റ് SM ബഷീർ റസ്വി പറഞ്ഞു. സംസ്ഥാനത്തെ മറ്റിടങ്ങളിലെല്ലാം LDFനെയാണ് PDP പിന്തുണയ്ക്കുന്നത്. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ വലിയ തോതിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ BJPയോടൊപ്പം ചേർന്ന് UDF പരാജയപ്പെടുത്തിയെന്ന ആക്ഷേപം മഞ്ചേശ്വരത്തെ SDPI പ്രവർത്തകർക്കുണ്ട്. അതിനാൽ UDFുമായോ ലീഗുമായോ ഏതെങ്കിലും നിലയ്ക്കുള്ള രാഷ്ട്രീയ സഹകരണം അസാധ്യമാണ് എന്ന വികാരം പ്രാദേശികമായി SDPI പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. ചുട്ടുപൊള്ളി കേരളം. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38°C വരെയും പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37°C വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36°C വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ LDFന് ചിഹ്ന പ്രതിസന്ധി. LDF ആവശ്യപ്പെട്ട ഗ്ലാസ് ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിലില്ല. 2025 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ നിന്നുമാണ് ഗ്ലാസ് അപ്രത്യക്ഷമായത്. 2024 പട്ടികയിൽ ഗ്ലാസ് ഉൾപ്പെടുത്തിയിരുന്നു. INL നേതാവ് അഹമ്മദ് ദേവർകോവിലാണ് കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥി. ഗ്ലാസ് ചിഹ്നത്തിൽ അഹമ്മദ് ദേവർകോവിൽ പ്രചാരണം തുടങ്ങിയിരുന്നു. ചിഹ്നം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഗ്ലാസ് അടയാളത്തിൽ പ്രചരണം തൽക്കാലം നിർത്തിവെക്കാൻ CPIM നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിഹ്നം അനുവദിക്കുന്നതിൽ വ്യക്തത വരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ജില്ലാ ഭരണാധികാരി ആവശ്യപ്പെട്ടിട്ടുണ്ട്.